Good afternoon, all of you, and welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ പ്രോബബിലിറ്റിയുടെ ഒരു തേർഡ് സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു സെഷനും കൂടെ മതിയാവും പ്രോബബിലിറ്റി ഫൈനലൈസ് ചെയ്യാനായിട്ട്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പി ഓഫ് ബി ഗിവൺ എ അതൊരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എല്ലാം പ്രോബബിലിറ്റിയുടെ ഒരു പെർട്ടിക്കുലർ ടേമുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു ഡിഗ്രി ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുപാട് ടഫ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ചോദിക്കില്ല ബേസിക്കലി, അല്ലെ? അപ്പോ എങ്ങനെ ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് കുറച്ച് ട്രിക്സ് ആൻഡ് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ മതിയാവും. നമ്മൾ എല്ലാ പോർഷൻസും എടുക്കുമ്പോൾ അത് പറയാറുണ്ട്, അല്ലെ? അതേപോലെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ് അല്ലെങ്കിൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. ഓൺലി ഇക്വേഷൻസ് മാത്രം. ഓക്കെ, ഇത് ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ എഴുതിയിട്ട് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഇസ് അഡീഷൻ തിയറം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഫോർ എനി ടു ഇവന്റ്സിനാണ് കേട്ടോ അഡീഷൻ തിയറം പറയുക. ഇൻഡിപെൻഡൻസിന്നോ അങ്ങനത്തെ യാതൊരു കണ്ടീഷൻസും പറയുന്നില്ല. സോ അഡീഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, യൂണിയന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് അഡിഷൻ തിയറം. അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുന്നില്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താവും? 0 ആയിട്ട് മാറും. സോ അപ്പൊ അഡിഷൻ തിയറം എന്തായിട്ട് മാറും? Addition theorem becomes probability of A union B is equal to P of A plus P of B. Because disjoint ആകുമ്പോൾ മറ്റേ ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി 0 ആയിട്ട് മാറും. ഇനി സെക്കൻഡ് വൺ, ഒരു നൾ സെറ്റിന്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ പറയുന്നതൊക്കെ പ്രോബ്ലം സോൾവിംഗ് ഇക്വേഷൻസ് ആണ്. Any two events A and B, probability of A complement intersection B is equal to P of B minus P of A intersection B. അതായത് അത് ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, ഇപ്പൊ രണ്ടാമത്തെ നോക്കിക്കേ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആയപ്പോ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരുന്നു. അതായത് രണ്ട് ഇക്വേഷനിലും വന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതിനാണോ കോംപ്ലിമെന്റ് ഇല്ലാത്തത് അതിന്റെ പ്രോബബിലിറ്റിയിൽ നിന്നാണ് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി മൈനസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്തു വെക്കുക. കോംപ്ലിമെന്റ് ഇല്ലാത്തതിന്റെ പ്രോബബിലിറ്റി മൈനസ് ഇന്റർസെക്ഷന്റെ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ മൈനസ് പി ഓഫ് ബി. ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ അത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ബൂൾസ് ഇൻഇക്വാലിറ്റി, അത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ട്രൂ ഓർ ഫാൾസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൂൾസ് ഇൻഇക്വാലിറ്റി എന്താണെന്നുള്ളത് അത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ട്രൂ ഓർ ഫാൾസോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ ബൂൾസ് ഇൻഇക്വാലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് intersection I going from 1 to n, ai greater than or equal to summation I equal to 1 to n p of ai minus of n minus 1. അതായത് എത്ര ഇവന്റുകൾ ഉണ്ടോ അതേ -1. ഓക്കെ, സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ I equal to 1 to n ai less than or equal to summation I equal to 1 to n p of ai. അപ്പൊ ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അത് ഓർത്ത് വെക്കുക, രണ്ട് ബൂൾസ് ഇൻഇക്വാലിറ്റീസ്. ദെൻ ഇത് ഇനി പറയുന്നതും ഇക്വേഷൻസ്, അതായത് നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. അതേ എങ്ങനെ എഴുതാം? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. കണ്ടോ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആയപ്പോ സെപ്പറേറ്റ് കോംപ്ലിമെന്റിന് ഇന്റർസെക്ഷൻ വന്നു. അപ്പൊ പിന്നെ മറ്റേത് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വരും. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആവുമ്പോൾ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നെ ആയിരിക്കും. പക്ഷെ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്സ് വരുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആയിരിക്കും. ആ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ആവശ്യമുള്ളതാണ്, ഓർത്ത് വയ്ക്കാം. ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ, probability of A given B is equal to probability of A intersection B by probability of B. ഈ കണ്ടീഷണൽ
പ്രോബബിലിറ്റി ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, അതായത് ബി ഗിവൺ ആണെങ്കിൽ എയുടെ പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. ഇതേപോലെ പി ഓഫ് ബി ഗിവൺ എ എഴുതാം. അതെങ്ങനെയായിരിക്കും അപ്പോ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഈ ഡിനോമിനേറ്ററിൽ എന്തിന്റെ പ്രോബബിലിറ്റി വരണം എന്ന് എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? അതായത് റൈറ്റ് സൈഡിലുള്ളത് എന്റെ ഇക്വേഷൻ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ ഇക്വേഷൻ ആണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ റൈറ്റ് സൈഡിലുള്ളത് വെച്ചിട്ടാണ് എനിക്കൊരു പ്രോബ്ലം ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പൊ റൈറ്റ് സൈഡിൽ എന്താ, അറിയാവുന്ന ആൾക്കാരായിരിക്കണം റൈറ്റ് സൈഡിൽ ഇക്വേഷനിൽ ഉണ്ടാവുക. ഇവിടെ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ എ ആണ് ഗിവൺ ആയിട്ടുള്ള ഇവന്റ്. സോ അപ്പൊ എന്ത് വേണം? എടുക്കുന്ന ഇക്വേഷനില് ഡിനോമിനേറ്ററില് പി ഓഫ് എ വരണം, എന്നാലേ നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇക്വേഷനിൽ എപ്പോഴും ഗിവൺ കഴിഞ്ഞിട്ടുള്ളതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഓക്കെ, നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ തിയറം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. അതെങ്ങനെയാണ് ആ മൾട്ടിപ്ലിക്കേഷൻ തിയറം കിട്ടുന്നത്? ജസ്റ്റ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി, അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ ഇവിടെ പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ, അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ ആൻഡ് ബി കോംപ്ലിമെന്റ് ആർ ഇൻഡിപെൻഡന്റ്. അത് ഓർത്ത് വെക്കുക. ഇതെനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, എ ആൻഡ് എ കോംപ്ലിമെന്റ് ആർ ഓൾവൈസ് ഇൻഡിപെൻഡന്റ്. Then A complement and B are also independent, and similarly A complement and B complement are also independent. അത് ഓർത്ത് വയ്ക്കുക. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇത്രയും ഇൻഡിപെൻഡൻസീസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും ആണ് ഒരു പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്. ഒത്തിരി ഇങ്ങനെ വലിച്ചു വാരി നോക്കി ഭയങ്കര ബോധേഡ് ആയിട്ട് ഇരിക്കേണ്ട. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. തൽക്കാലം ഇത്ര ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഇനി ഇത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വരുന്ന വീഡിയോസിൽ കുറച്ചും കൂടെ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ പി ഓഫ് എ is equal to 1/3, പി ഓഫ് ബി is equal to 1/4, then പി ഓഫ് എ given ബി തന്നിട്ടുണ്ട് 1/6, then what is പി ഓഫ് ബി given എ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് പി ഓഫ് എ തന്നിട്ടുണ്ട് 1/3, പി ഓഫ് ബി തന്നിട്ടുണ്ട് 1/4, then പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുണ്ട് 1/6. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പി ഓഫ് ബി ഗിവൺ എ ആണ്. പി ഓഫ് ബി ഗിവൺ എയുടെ ഇക്വേഷൻ എന്താ? ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. പക്ഷെ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേണം, അതിനാണ് പി ഓഫ് എ ഗിവൺ ബി തന്നിട്ടുള്ളത്. ആ പി ഓഫ് എ ഗിവൺ ബിയുടെ ഇക്വേഷനകത്ത് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എങ്ങനെ? പി ഓഫ് എ ഗിവൺ ബി എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അതാണ് ഈ 1/6 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? 1/6 ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് ബി എന്താ? 1/4. അപ്പോ 1/24. ശരിയല്ലേ? അതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ പി ഓഫ് ബി ഗിവൺ എ ഇനി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ, ദാറ്റ് ഇസ് 1/24 ബൈ 1/3, ദാറ്റ് ഇസ് 3/24 is equal to 1/8. സോ ആൻസർ 1/8. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ എവിടെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ സി, 1/8. Second question, if A and B are two independent events, P of A and P of B are given, then ഒരു ഇക്വേഷനും കൂടെ തന്നിട്ടുണ്ട്, P of A given B plus P of B given A is equal to 8/15. Then what is P of A complement union B complement? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ശരിക്കും ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പി ഓഫ് എയും പി ഓഫ് ബിയും തന്നിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് വേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷനകത്ത് പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഉണ്ട്. എന്താ? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പൊ എന്ത് വരും? പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഇക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇപ്പൊ ഇനി എ ഇന്റർസെക്ഷൻ ബി വേണം. അത് വളരെ സിമ്പിൾ ആണ് ഇക്വേഷനില്. ബിക്കോസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് പറയുന്നുണ്ട്. ടു ഇവന്റ്സ് ആർ ഇൻഡിപെൻഡന്റ്, ദെൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെ കൊടുക്കാം? പി ഓഫ് എ തന്നിട്ടുണ്ട് 1/3, പി ഓഫ് ബി തന്നിട്ടുണ്ട് 1/5. സോ 1/15. സോ 1 മൈനസ് 1/15, ദാറ്റ് ഇസ് 14/15. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി പ്ലസ് പി ഓഫ് ബി ഗിവൺ എ തന്നിരിക്കുന്നതെന്ന്? ഒരു കാര്യമില്ല, വെറുതെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്ത് ഐഡിയ ആണോ തോന്നുന്നത്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ. അതേസമയം നമ്മൾ ഇത്ര ഇക്വേഷൻസും എയും ബിയും ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എഴുതാൻ അറിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കുടുങ്ങിപ്പോവും. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ടൈം വേസ്റ്റിംഗ് ആണ്, ഒരുപാട് സമയം പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി 14/15. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A problem in statistics given to 3 students A, B and C whose chance of solving it are 1/2, 3/4, 1/4. Then what is the probability that the problem will be solved if all of them try independently? ഓരോരുത്തരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി. ഇത് നമുക്ക് രണ്ട് രീതിക്ക് ബേസിക്കലി ചിന്തിക്കാം. ഒന്ന് കുറച്ച് വളഞ്ഞ വഴിക്ക് ചിന്തിക്കാം, അപ്പൊ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതർവൈസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്ക് ചിന്തിക്കാം. ഇപ്പൊ ഇവിടെ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ്സ് 1/2. ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ്സ് 3/4. ആൻഡ് സി സോൾവ് ചെയ്യാനുള്ള തന്നിട്ടുണ്ട് 1/4. നമുക്ക് വേണ്ടത് പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. എയോ ബിയോ സിയോ ആരെങ്കിലും സോൾവ് ചെയ്താൽ മതി. അത് നമ്മൾ ഫസ്റ്റ് എലിമെന്ററി സെക്ഷൻ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പോലെ വേണമെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് എന്നൊക്കെ എടുത്ത് വെറുതെ ചുറ്റിക്കറക്കി ചെയ്യാം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. സോൾവ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റിയെ നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോൺ സോൾവ് ആയിട്ട് എടുക്കാം. ശരിയല്ലേ? അത് പ്രോബബിലിറ്റിയുടെ ഒരു റൂളാണ്. 1 മൈനസ് നോൺ സോൾവ് ആയിട്ട് എടുക്കാം. ഇനി അപ്പൊ നമുക്ക് എന്ത് വേണം? പ്രോബബിലിറ്റി ഓഫ് നോൺ സോൾവിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതായത് പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? എയും സോൾവ് ചെയ്യാൻ പാടില്ല, ആൻഡ് ബിയും സോൾവ് ചെയ്യാൻ പാടില്ല, ആൻഡ് സിയും സോൾവ് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല, ഓൾ ആർ നെഗറ്റിവിറ്റി. സോ നമ്മൾ കോംപ്ലിമെന്റ് കൊടുക്കും. ശരിയല്ലേ? പിന്നെ ഒന്നും ചെയ്യപ്പെടാൻ പാടില്ല, അപ്പൊ ആൻഡ് ആണ്, ഓറ് കൊടുക്കാൻ പറ്റില്ല. ഒരാൾ ചെയ്താലും സോൾവ് ചെയ്യപ്പെട്ട പോലെ ആവില്ലേ? അപ്പൊ ആൻഡ്. ഇനി പി ഓഫ് എ കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് 1/2. പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് 3/4. പി ഓഫ് സി കോംപ്ലിമെന്റ് എന്താ? 1 മൈനസ് 1/4. സോ ദിസ് വൺ ഇസ് 3/32. സോ 1 minus 3/32, that is 29/32. So option B 29/32. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. എല്ലാരും പറയുന്ന പോലെ ഭയങ്കര കൺഫ്യൂസിംഗ് ഒന്നും അല്ല. അതൊന്ന് മനസ്സിലാക്കി ഈ കുറച്ച് ഇക്വേഷൻസും ട്രിക്കും കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചാൽ മതിയോ? ഓക്കെ, അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.